വിഷു കണിക്കൊന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പുതുവത്സര ദിനം, ഇതൊക്കെ വിഷുവായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലൂടെയും കടന്നു പോകുന്നതാണ്. എന്താണ് വിഷു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തുല്യത എന്നാണ്. തുല്യത എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ രാവും പകലും തുല്യമായി വരുന്ന ഒരു ദിവസം, അതായത് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ആയി വരുന്ന വർഷത്തിലെ ഒരേ ഒരു ദിവസം, ആ ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. ആ ഒരു ദിവസമാണ് പുതുവത്സര ദിനമെന്ന് പറയുന്നത്. എത്ര മഹത്തരമായിട്ടുള്ള ഒരു ആചാരമാണെന്ന് നോക്കൂ. ഇത്രയും പുതുവത്സരത്തിന് അനുയോജ്യമായ മറ്റൊരു ദിവസം ഒരിക്കലും നമുക്ക് ഈ വർഷത്തിൽ കാണാൻ സാധിക്കുകയില്ല. ആ തുല്യതയ്ക്കാണ് ഇവിടെ വിഷു എന്ന് പേര് പറയുന്നത്. അതുപോലെ എന്താണ് കണിക്കൊന്ന? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാലിയെ ഉളിയമ്പ് ചെയ്ത് വധിച്ചത് നമുക്കറിയാം. ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ്. അതിനുശേഷം ആ മരത്തിന് പിന്നെ കിട്ടിയ പേര് എന്താണെന്നറിയുമോ? കൊന്നമരം എന്നാണ്. അതായത് അതിൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് ബാലിയെ കൊന്നതുകൊണ്ട് എല്ലാവരും ആ മരത്തിനെ കൊന്നമരം കൊന്നമരം എന്ന് വിളിച്ച് അപമാനിക്കുകയും കളിയാക്കുകയും തുടങ്ങി. വളരെ അപമാനിതനായിട്ടുള്ള ആ ഒരു വൃക്ഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കൽ കരഞ്ഞ് പരാതി പറയുകയുണ്ടായി. ആ സമയത്ത് ശ്രീരാമ ഭഗവാൻ ആ കൊന്നമരത്തെ അനുഗ്രഹിച്ചു. വരുന്ന ദ്വാപരയുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായി അവതരിക്കുമെന്നും അന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൃക്ഷമായും പൂവായും നീ അറിയപ്പെടുമെന്നും വരം നൽകി. അങ്ങനെ പിൽക്കാലത്ത് ഭഗവാൻ കൃഷ്ണനെയും അതുപോലെ തന്നെ ഈ കൊന്നപ്പൂവിനെയും കണി കാണുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവുകയും അങ്ങനെ ആ കൊന്നമരത്തിന് കണിക്കൊന്നയായി എല്ലാവരാലും ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമായിട്ടുള്ള, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ തുല്യമായിട്ട് ആ മരവും ചേർന്ന് അതിന് എക്കാലവും വലിയ സായുജ്യമായി മാറി. അങ്ങനെ കണിക്കൊന്ന വിഷുവിൻ്റെ ഭാഗമായി മാറി. ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് വിഷുവിൻ്റെ ഭാഗമായത്? നരകാസുരൻ എന്ന കൊടും ക്രൂരനായിട്ടുള്ള ഭരണകർത്താവ് നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ വശത്താക്കി അടിമകളായിട്ട് പാർപ്പിച്ചു പോന്നു. ആ 10,008 സ്ത്രീകളെ അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചുകൊണ്ട് അവർക്ക് പുതിയൊരു ജീവിതം നൽകി അവരെ ആ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ വനിതകളെ, ആ ഭാര്യമാരെ അവരുടെ കുടുംബത്തിലേക്ക് കയറ്റുകയുണ്ടായില്ല. കാരണം അന്നത്തെ കാലത്ത് മറ്റൊരു സ്ഥലത്ത് താമസിച്ച സ്ത്രീകളെ പിന്നീട് വീടുകളിൽ കയറ്റിയിരുന്നില്ല. അവരെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചു. അങ്ങനെ അവർ അനാഥരായി മാറിയ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്ക് അഭയം നൽകി. നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഞാൻ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടാവുമെന്ന് അവരെ അനുഗ്രഹിക്കുകയും അവർക്കായി പ്രത്യേക സംരക്ഷണം നൽകുകയും തങ്ങളുടെ ഭർത്താവിനെ പോലെ ശ്രീകൃഷ്ണനെ അവർ കരുതിപ്പോരുകയും ചെയ്തു.
അങ്ങനെ വലിയ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ത്രീ സമൂഹത്തിന് അവർക്ക് മോചനം നൽകിയിട്ടുള്ള ഒരു മഹാപുരുഷനായി മാറി ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി. അങ്ങനെ ആ സ്ത്രീകൾക്ക് തുല്യത കൊടുത്തു. അങ്ങനെ തങ്ങളെ ആ നരകാസുരൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച ആ ദിവസം ആ വിഷു ദിനമായിരുന്നു. അതുകൊണ്ട് പിന്നീട് വന്ന ഓരോ ദിവസവും, ഓരോ വിഷു ദിവസവും ആ പുതുവർഷം അവർ തങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ കണി കാണുന്നതിലപ്പുറം മറ്റൊരു സൗഭാഗ്യമെന്ന് അവർ കരുതിപ്പോന്നു. ഏറ്റവും പുണ്യകരമായിട്ട് അവരതിനെ കണ്ടുപോന്നു. അങ്ങനെ തങ്ങൾക്ക് ഏറ്റവും ഈശ്വരതുല്യനായിട്ടുള്ള ആ ഭഗവാനെ അവർ കണി കാണുകയും അങ്ങനെ ഭഗവാൻ വിഷുവിൻ്റെ ഭാഗമായി എല്ലാവർക്കും കണി കാണാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാത്രീഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഐതിഹ്യം. അതുപോലെ തന്നെ ഈ വിഷു ദിവസം പുതുവത്സര ദിവസവുമായി അംഗീകരിക്കപ്പെട്ടു. കാരണം ഒരു വർഷത്തിൽ ഇത്രയും മഹത്തരമായിട്ടുള്ള, ഇത്രയും തുല്യതയുള്ള, രാവും പകലും തുല്യതയുള്ള അങ്ങനെ മറ്റൊരു ദിവസം ഇല്ല. അപ്പോൾ ഏറ്റവും അധികം പുണ്യകരമായിട്ടുള്ള ഏതൊരു വർഷത്തിനും തുടക്കം കുറിക്കാൻ ഈ ഒരു ദിവസത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു നമ്മുടെ പൂർവികർ. എത്ര മഹത്തരമെന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ ഈ വിഷുവായി ബന്ധപ്പെട്ട് പിന്നെ നമുക്കറിയാം, നമ്മുടെ കേരളീയർ വിത്തും കൈക്കോട്ടും എന്നുള്ള പാട്ടുകളൊക്കെ നമുക്കറിയാം. തിരുവോണം, ഓണം സമൃദ്ധിയുടെ വിളവെടുപ്പിൻ്റെ ഉത്സവമാണെങ്കിൽ വിഷു വിത്തിറക്കലിൻ്റെ ഉത്സവമായി മാറി. എന്തുകൊണ്ടാണ് അന്ന് വിത്തിറക്കുന്നത്? പുതുവർഷമായിട്ടുള്ള ആ വിഷു ദിവസം, ആ പുണ്യകരമായിട്ടുള്ള ദിവസം വിത്തിറക്കി കഴിഞ്ഞാൽ ആ വർഷം സമൃദ്ധമായി കൃഷി ഉണ്ടാകുമെന്ന് എല്ലാവരും വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആയി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പുതിയ കൃഷി ആരംഭിക്കുന്നതിനും പുതിയ എന്ത് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഏതൊരു കാര്യം പുതിയ തുടങ്ങാനും ആ വിഷു ദിവസം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ആ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി പടക്കം പൊട്ടിച്ചും അതുപോലെ വിഷു കൈനീട്ടം, അന്നേ ദിവസം വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ സമൃദ്ധമായിരിക്കാൻ എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി ആ വിഷു കൈനീട്ടം ഇന്നും നടന്നു പോരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വിഷുവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിഷു ആചരിച്ചാൽ എത്ര മഹത്തരമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പാഠം ഉൾക്കൊള്ളാനും ഭാവി തലമുറയ്ക്കത് പകർന്ന് ഇതാണ് വിഷുവിൻ്റെ ഐതിഹ്യമെന്ന്, അതിൻ്റെ മഹത്വമെന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. എത്രയും വലിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ദിവസമാണ് ആ വിഷു. ഈ വിഷുവിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ വിഷുദിനത്തിലാണ്, ഈ വിഷുദിനം തുടങ്ങി 10 ദിവസം വരെ ആദിത്യ പൂജയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം സൂര്യന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ദിവസമാണ് വിഷു മുതൽ വിഷു, അതായത് മേടം 10 വരെ. മേടം 10 എന്ന് പറയുന്നത് തന്നെ സൂര്യൻ ഏറ്റവും ശക്തിയായിട്ട് ഉച്ചത്തിൽ നിൽക്കുന്നത് ആ മേടം 10-നാണ്. അപ്പോൾ അതും തുടക്കം കുറിക്കുന്നത് വിഷുവിനാണ്. അപ്പോൾ ഒരു സൂര്യൻ്റെ, ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ ആ ഒരു പുതിയ ചുവടുവെപ്പ്, സൂര്യന് ഒരു പുതിയ ചുവടുവെപ്പായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ വിഷു എല്ലാവർക്കും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും വലിയ പ്രതീക്ഷയുടെയും ഒരു ഉത്സവമായി മാറട്ടെ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കാം. നന്ദി, നമസ്കാരം.